നമസ്കാരം. മെയ് മാസം തുടങ്ങി ദിവസങ്ങളായി മലയാളത്തിൽ നിന്നും 2 മേജർ റിലീസുകൾ വന്നു. വിഷു റിലീസായി വന്ന ആവേശം ഇപ്പോഴും തിയേറ്ററുകളിൽ ആവേശത്തിമിർപ്പിൽ തന്നെയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ മഞ്ഞുമ്മൽ ബോയ്സ് ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നു. ഏപ്രിൽ മാസത്തിലും ആഗോള കളക്ഷൻ നോക്കുമ്പോൾ മലയാളത്തിന് തീർച്ചയായും നേട്ടം തന്നെയാണ്. ആവേശം, വർഷങ്ങൾക്ക് ശേഷം, ആടുജീവിതം, അങ്ങനെ തിയേറ്ററുകൾ സജീവം. മെയ് മാസത്തിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചോദ്യം. ഈ മെയ് മാസവുമായി ബന്ധപ്പെട്ട് പേരുകളുള്ള മലയാള സിനിമകൾ, പാട്ടുകളൊക്കെ ഓർത്തെടുക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? ഓർത്തു നോക്കിയേ. സിനിമ എനിക്ക് ഓർമ്മ വരുന്നത് 1987 റിലീസ് ചെയ്ത ഒരു മെയ് മാസ പുലരിയിൽ തന്നെയാണ്. ബാലചന്ദ്ര മേനോൻ, മുരളി, ഷാരി, അശോകൻ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. രവീന്ദ്രമാഷ് സംഗീതം നൽകിയ പുലർകാല സുന്ദര സ്വപ്നത്തിൽ, ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി എന്നീ ഗാനങ്ങളൊക്കെ ആ ചിത്രത്തിൽ നിന്നുമാണ്. ഇനി മെയ് മാസം ചേർത്തുള്ള പാട്ടുകൾ ഓർത്തെടുക്കാൻ നോക്കിയാൽ മനസ്സിൽ വരുന്ന ഏതൊക്കെയായിരിക്കും? നാട്ടുരാജാവിലെ മെയ് മാസം മനസ്സിനുള്ളിൽ, ആലീസ് ഇൻ വണ്ടർലാൻഡിലെ മെയ് മാസം ജൂണോടായി കൊഞ്ചുന്നു ലവ്യുട, ബ്ലാക്ക് ഡാലിയയിലെ മെയ് മാസം പാടുന്നേ താന്തോന്നിപ്പാട്ട്, മൈ മദേഴ്സ് ലാപ്ടോപ്പിലെ മെയ് മാസമേ നിന്നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ. വേറെ ഏതെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ അല്ലേ. ചൂട് അതിൻ്റെ മാരകമായ അവസ്ഥയിലാണ്. ഉച്ച സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയാം. നല്ല സിനിമകൾ വന്നാൽ AC-യിലിരുന്ന് ഒന്ന് തണുപ്പിച്ച് സിനിമ കാണാം എന്ന ഗുണം കൂടെ പ്രേക്ഷകർക്കുണ്ട്. അപ്പോൾ ഈ മാസത്തിലെ മലയാളത്തിൽ നിന്നുള്ള പ്രധാന റിലീസുകളെക്കുറിച്ച്. മെയ് ആദ്യവാരം 4 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്ത് നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തിയ മലയാളി ഫ്രം ഇന്ത്യ, ലാൽ ജൂനിയർ, ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ ടീമിൻ്റെ നടികർ എന്നിവയായിരുന്നു പ്രധാന ചിത്രങ്ങൾ. മമ്മി സെഞ്ചുറിയുടെ കാഡ്ബറീസ്, അരുൺ അയ്യപ്പൻ സംവിധാനം ചെയ്ത പുക എന്നീ ചിത്രവും തിയേറ്ററിൽ വന്നിട്ടുണ്ടെന്ന് വിക്കിപീഡിയ പറയുന്നു. മേജർ ചിത്രങ്ങൾക്ക് മിക്സഡ് അഭിപ്രായങ്ങളാണ് വന്നിരുന്നത്. ബോക്സ് ഓഫീസിൽ എങ്ങനെ ശോഭിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. മെയ് 2ാം ആഴ്ചയിൽ 9-നും 10-നുമാണ് ചിത്രങ്ങൾ വരുന്നത്. ഏഴരക്കൂട്ടം, അഗ്നിനക്ഷത്രം, സാമൂഹ്യപാഠം എന്നീ ചിത്രങ്ങളുടെ സംവിധായകൻ കരീം സംവിധാനം ചെയ്ത് ജോജു, അനുമോൾ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ആരോ മെയ് 9-നാണ് തിയേറ്ററുകളിലെത്തുന്നത്. തൊട്ടടുത്ത ദിവസം 2 മലയാള ചിത്രങ്ങളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അരുൺ ബോസ് സംവിധാനം ചെയ്ത് ഇന്ദ്രജിത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, സർജാനോ ഗാലിദ്, വിൻസി അലോഷ്യസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന മാരിവില്യൻ ഗോപുരങ്ങൾ. 2-3 തവണ റിലീസ് തീയതി മാറ്റിയ ശേഷമാണ് ഇപ്പോൾ മെയ് 10-ന് വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേ ദിവസം തന്നെ മജു സംവിധാനം ചെയ്ത് വിനയ് ഫോർട്ട്, ലുക്മാൻ, സണ്ണി വെയിൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന പെരുമാനിയും തിയേറ്ററിലെത്തും. ഏറെ ശ്രദ്ധിക്കപ്പെട്ട അപ്പൻ എന്ന ചിത്രത്തിന് ശേഷം മജുവിൻ്റെ സംവിധാനത്തിൽ വരുന്ന ചിത്രം കൂടെയാണ് പെരുമാനി. മെയ് 3ാം വാരത്തിലേക്ക് എത്തുമ്പോൾ 2 മലയാള ചിത്രങ്ങളാണ് 16-ാം തീയതി ചാർട്ട് ചെയ്തിരിക്കുന്നത്. ജയ 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 ഹേ എന്ന ചിത്രത്തിന് ശേഷം വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ വരുന്ന ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ, യോഗി ബാബു തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. അന്ന് തന്നെ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിന്റെ സംവിധാനത്തിൽ രാജേഷ് മാധവൻ, ചിത്ര നായർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രവും തിയേറ്ററിലെത്തുന്നു. ഇന്നത്താം കേസുകൂട് എന്ന ചിത്രത്തിലെ 2 കഥാപാത്രങ്ങൾ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നു. കുഞ്ചാക്ക ബോബനും ചിത്രത്തിലുണ്ട്. ആദ്യം ജൂൺ 13-ന് തിയേറ്ററിലെത്തുമെന്ന് പറഞ്ഞിരുന്ന വൈശാഖ് മമ്മൂട്ടി ടീമിന്റെ ടർബോ കുറച്ച് നേരത്തെ എത്തും. മെയ് 23-നാണ് ചിത്രം റിലീസ് പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം എന്നതുകൊണ്ടും മമ്മൂട്ടിയുടെ ഒരു ആക്ഷൻ ചിത്രം എന്ന നിലയിലും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. മെയ് 24-ന് വിനോദ് ലീല സംവിധാനം ചെയ്ത് അൽതാഫ് സലീം, അനാർക്കലി മരിക്കാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന മന്ദാകിനിയും തിയേറ്ററിലെത്തുന്നുണ്ട്. ഈ ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്നും ഉറപ്പായും ഈ മാസം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെയും ചിത്രങ്ങൾ ഉണ്ടാകാം, പക്ഷേ അത് മിക്കപ്പോഴും ആ ആഴ്ചയെ അറിയാൻ പറ്റൂ എന്നുള്ള അവസ്ഥ കൂടെയാണ്. മെയ് അവസാനത്തെ ആഴ്ചത്തേക്ക് ഇതുവരെ തിയേറ്റർ റിലീസുകൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഷാനവാസ് കെ ബാവക്കുട്ടിയുടെ സംവിധാനത്തിൽ വരുന്ന ഒരു കട്ടിൽ ഒരു മുറി, ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന നടന്ന സംഭവം, ജിസ് ജോയിയുടെ തലവൻ എന്നീ ചിത്രങ്ങൾ മെയ് മാസത്തിൽ തിയേറ്ററുകളിൽ വന്നേക്കാം എന്ന് കേൾക്കുന്നു. ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഏപ്രിൽ മാസത്തിലും മലയാള സിനിമ ആഗോളതലത്തിൽ മികച്ച മുന്നേറ്റമാണ് കൈവരിച്ചത്. മെയ് മാസത്തിലും അതിൻ്റെ തുടർച്ചകൾ ഉണ്ടാകുമോ? എന്താണ് നിങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ? ഈ മാസം നിങ്ങൾ തിയേറ്ററിൽ നിന്നും കാണാൻ പ്ലാൻ ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ ബൈ ബൈ.